ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. The style of music formed and developed in India by the influence of Persian music during the Sultanate Mughal period. അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിന്ദുസ്ഥാനി മ്യൂസിക്. അപ്പോൾ ആ സമയത്ത് പേർഷ്യൻ മ്യൂസിക്, സുൽത്താനേറ്റ് മുഗൾ പീരീഡിലുള്ള ആ സമയത്തുള്ള മ്യൂസിക്കിൻ്റെ പേരാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. ദ ഭക്തി മൂവ്മെൻറ്റ് സ്ട്രെങ്തൻഡ് വെർണാക്കുലർ ലാംഗ്വേജസ്. നെയിം എനി ടു സച്ച് ലാംഗ്വേജസ്. അപ്പോൾ ഭക്തി മൂവ്മെൻറ്റ് വെർണാക്കുലർ ലാംഗ്വേജിനെ ശക്തിപ്പെടുത്തിയിരുന്നു, അതായത് പ്രാദേശിക ഭാഷകളെ ശക്തിപ്പെടുത്തി. അങ്ങനത്തെ 2 ലാംഗ്വേജിൻ്റെ പേര് പറയാനാണ് മലയാളം തെലുങ്കു. എന്താണ് മലയാളം തെലുങ്കു? ഇനി അടുത്തത്, വാട്ട് വർ ദ തീംസ് അഡോപ്റ്റഡ് ഫോർ ഹാർഡ് വർക്ക് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. മിഡീവൽ പീരീഡിൽ പിന്നെ അവർ പല തീംസും അഡോപ്റ്റ് ചെയ്തു. അത് ഏത് തീംസാണ്, ഏതൊക്കെയാണ്? തീംസ് വെർ ഫ്രം രാമായണ, ബൈബിൾ, റോയൽ ലൈഫ് ആൻഡ് ദ നേച്ചർ. ഓക്കെ, അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. സൾത്തനേറ്റ് മുഗൾ പീരീഡിൽ വന്നൊരു സ്റ്റൈൽ ഓഫ് മ്യൂസിക്കാണ്. ഓക്കെ, ഇനി അടുത്തത്, ദ അറബ്സ് അക്വയർഡ് ദ നോളജ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ഏൻഷ്യൻ ഇന്ത്യ. ദേ പ്രൊപ്പഗേറ്റഡ് ദ കൺസെപ്റ്റ് ഓഫ് സീറോ ഇൻ യൂറോപ്പ്. വിച്ച് ന്യൂമറൽ സിസ്റ്റം ഓഫ് ഇന്ത്യ വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ ദ അറബ്സ്. അപ്പോൾ ഇന്ത്യയിലെ ഏത് സിസ്റ്റമാണ് അത് അറബുകൾ വ്യാപിപ്പിച്ചത്? ലോകത്ത് അറബികളാണ് അത് വ്യാപിപ്പിച്ചത്, പക്ഷെ കണ്ടെത്തിയത് നമ്മുടെ ഇന്ത്യക്കാരാണ്. ഏതാണ്? ഡെസിമൽ സിസ്റ്റമാണ്. എന്താണ് ഡെസിമൽ സിസ്റ്റം? റൈറ്റ് എനി 2 കോൺട്രിബ്യൂഷൻ ഓഫ് ദ അറബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ. കോൺട്രിബ്യൂഷൻസ് അറബിൻ്റെയും ചൈനീസിൻ്റെങ്കിലും 2 എണ്ണമെങ്കിലും പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാം ഏതെങ്കിലും. അപ്പോൾ അറബിൻ്റെ വെച്ചാൽ അൽ ഖാനൂൻ ഈസ് ദ വർക്ക് ഓഫ് ഇബ്നു സീന. ഇബ്നു സീനയുടെ ഒരു വർക്കാണ് അൽ ഖാനൂൻ. റുബയ്യാത്ത് ഓഫ് ഉമർ ഖയ്യാം ആൻഡ് ഷാനാമ റിട്ടൺ ബൈ ഫിർദോസി ആർ ദ റിമാർക്കബിൾ ലിറ്റററി വർക്ക് ഓഫ് ദാറ്റ് പീരീഡ്. ഇനി അടുത്ത, ദ ഫേമസ് 1000 നൈറ്റ് ഈസ് അനദർ നോട്ടബിൾ ലിറ്റററി കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്. ദ അറബ് അക്വയർഡ് നോളജ് ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി that originated India. The concept of zero and decimal system are the example that they propagated in Europe. അപ്പോൾ സീറോ കണ്ടുപിടിച്ചതും ഡെസിമൽ സിസ്റ്റം കണ്ടുപിടിച്ചതൊക്കെ ഇന്ത്യക്കാരാണ്, പക്ഷേ അത് യൂറോപ്പിലൊക്കെ വ്യാപിപ്പിച്ചത്, പ്രൊപ്പഗേറ്റ് ചെയ്തത് അറബിക്കാരാണ്. അപ്പോൾ അറബീൻ്റെ 2 അച്ചീവ്മെൻറ്റ്സ് എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ചൈനീസിൻ്റെതും നമ്മൾ ഓർത്ത് വെക്കണം. ദ ചൈനീസ് കോൺട്രിബ്യൂഷൻ ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് ആർട്ട് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ് വർ സബ്സ്റ്റാൻഷ്യൽ. ദ ചൈനീസ് ഇൻവെൻറ്റഡ് പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ഗൺ പൗഡർ. അവർ ഇൻവെൻറ്റ് ചെയ്താണ് പ്രിൻറ്റിംഗ് മെഷീനും അതേപോലെ ഗൺ പൗഡറും. അതേപോലെ തന്നെ ദ മറൈനേഴ്സ് കോമ്പോസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഡ്യൂറിങ് നാവിഗേഷൻ ഈസ് എ ചൈനീസ് കോൺട്രിബ്യൂഷൻ. ചൈനീസുകളുടെ കോൺട്രിബ്യൂഷനാണ് മറൈനേഴ്സ് കോമ്പോസ്. They were excellent in architecture too. This is evident from the construction of pagodas, Buddhist center of worship. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വർ ദ സർക്കംസ്റ്റൻസ് ദാറ്റ് ലെഡ് ടു ദ ഇവല്യൂഷൻ ഓഫ് എ ഫ്യൂഡലിസം ഇൻ യൂറോപ്പ്. ഇപ്പോൾ യൂറോപ്പിൽ ഫ്യൂഡലിസം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള സർക്കംസ്റ്റൻസ്, സാഹചര്യങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, ദ യൂറോപ്യൻസ് കോൺസ്റ്റൻ്റ്ലി ഫേസ്ഡ് അറ്റാക്ക്. അവർ നിരന്തരമായിട്ട് അറ്റാക്ക് ഫേസ് ചെയ്തിരുന്നു. ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് പീസ് ഓഫ് ലാൻഡ് ടു ദ ലോർഡ്സ് ഹൂ ഹെൽപ്ഡ് ഇൻ ഡിഫെൻഡിങ് അറ്റാക്സ്. ഈ ആക്രമണത്തിലൊക്കെ സഹായിക്കുന്ന ആൾക്കാർക്ക് കിങ് എന്തായിരുന്നു? ലാൻഡ് കൊടുത്തിരുന്നു. ടു ദ ലോർഡ്സ്, മുതലാളിമാർക്ക് ലാൻഡ് കൊടുത്തിരുന്നു. ഹൂ ഹെൽപ്ഡ് ഇൻ ഡിഫെൻഡിങ് ദ അറ്റാക്സ്. Lords distributed the piece of land among lesser lords who were loyal to them and were ready to render their service. ഈ ലോഡ്സ് എന്താക്കിയത് ലെസർ ലോഡ്സിന് കൊടുത്തു. അവരെപ്പോഴും ഇവരോട് ഭയങ്കര കടപ്പാടുണ്ടായിരുന്നു. ഫൈനലി സച്ച് ഒബ്റ്റൈൻഡ് ലാൻഡ്സ് വർ വർക്ക്ഡ് ഓൺ വിത്ത് ഹാർഡ് വർക്കിംഗ് ഫാമേഴ്സ് ത്രൂ ഔട്ട് ദ ഡേ. പിന്നെ അവരെന്താക്കി? ഫാമേഴ്സിനെ വെച്ചിട്ട് ത്രൂ ഔട്ട് ഡേ അവർ ആ ലാൻഡ് ഒബ്റ്റെയിൻ ചെയ്തു. അങ്ങനെയാണ് ഫ്യൂഡലിസം ഉണ്ടായത്. അതിൻ്റെ ഏതെങ്കിലും 2 റീസൺസാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത, പൊസിഷൻ ഓഫ് ഈച്ച് സ്ട്രാറ്റ ഇൻ യൂറോപ്യൻ ഫ്യൂഡൽ സൊസൈറ്റി വാസ് ഡിഫറെൻറ്റ്. ഐഡൻറ്റിഫൈ ദ പൊസിഷൻ ഓഫ് ഈച്ച് സ്ട്രാറ്റ, റൈറ്റ് ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ്. അപ്പം നമുക്കറിയാം ഫ്യൂഡലിസത്തിൻ്റെ ആ ഒരു ഡിവിഷൻ ഉണ്ട്. ആ ഡിവിഷൻ ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളോട് ശരിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. The lords were those who received land from king.
കിങ്ങിൽ നിന്ന് ഭൂമി ലഭിച്ചവരാണ് ലോർഡ്സ്. ദ ഫാമേഴ്സ് സ്റ്റൂഡ് അറ്റ് ദ ലോവസ്റ്റ് സ്ട്രാറ്റം ഓഫ് ഫ്യൂഡൽ സൊസൈറ്റി. ഫ്യൂഡൽ സൊസൈറ്റിയിൽ ഏറ്റവും താഴെ തട്ടിൽ ആരായിരുന്നു? ഫാമേഴ്സ് ആയിരുന്നു. ദ കിങ് എൻജോയ്ഡ് ദ ഹയസ്റ്റ് സ്റ്റാറ്റസ് ഇൻ ഫ്യൂഡൽ സൊസൈറ്റി. ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആരായിരുന്നു? കിങ് ആയിരുന്നു അല്ലേ. ദ ലെസർ ലോർഡ്സ് ആർ ദോസ് ഹു റിസീവ്ഡ് ലാൻഡ് ഫ്രം ദ ലോർഡ്സ്. അപ്പോൾ ഈ 4 ഡിവിഷന് നമുക്ക് കറക്റ്റ് ഓർഡറിൽ എഴുതണം. ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് കിങ് ആണ്. ദ കിങ് എൻജോയ്ഡ് ദ ഹയസ്റ്റ് സ്റ്റാറ്റസ് ഓഫ് ഫ്യൂഡൽ സൊസൈറ്റി. പിന്നെ വരുന്നത് ലോർഡ്സ് ആണ്. ലോർഡ്സ് വർ ദോസ് ഹു റിസീവ്ഡ് ലാൻഡ് ഫ്രം കിങ്. കിങ്ങിന്ന് ലാൻഡ് കിട്ടിയ ആൾക്കാരാണ് ലോർഡ്സ്. ലോർഡ്സിൻ്റെ താഴെ ആരാണ്? ദ ലെസർ ലോർഡ്സ് ആണുള്ളത്. വർ ദോസ് ഹു റിസീവ്ഡ് ലാൻഡ് ഫ്രം ദ ലോർഡ്സ്. പിന്നെ അവരുടെയും താഴെ വരുന്ന ഫാമേഴ്സാണ്. അപ്പോൾ കിങ്, ലോർഡ്സ്, ദ ലെസർ ലോർഡ്സ്, ഫാമേഴ്സ്, ഇങ്ങനെയാണ് ആ ഒരു ഡിവിഷൻ വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇൻ വിച്ച് നെയിം ദ വാസ്റ്റ് ഏരിയാസ് ഓഫ് ലാൻഡ് ഹെൽഡ് ബൈ ലോർഡ്സ് വർ നോൺ. അപ്പോൾ ലോർഡ്സുകൾ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ഓക്യുപ്പൈ ചെയ്യുന്ന വാസ്റ്റ് വിശാലമായ പ്രദേശത്തിന് പറയുന്ന പേരാണ് മാനർ. MANOR. ഓക്കെ. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.